രക്തം വാർന്നൊഴുകുന്ന വെള്ളച്ചാട്ടത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചുവന്ന നിറത്തിൽ ഒഴുകിയിറങ്ങുന്ന ജലധാര. മഞ്ഞ് മൂടിയ അന്റാർട്ടിക്കയിലാണ് രക്തം വാർന്നൊഴുകുന്ന ബ്ലഡ് ഫോൾസ് എന്ന അത്ഭുതകരമായ ഈ പ്രതിഭാസം. കിഴക്കൻ അന്റാർട്ടിക്കയിലെ മക്മർഡോ ഡ്രൈ താഴ്വരയിലെ മഞ്ഞു മൂടിയ ടെയ്ലർ ഹിമപാളികളുടെ വിടവിൽ കൂടി ബോണി തടാകത്തിന്റെ ഉപരിതലത്തിലേക്ക് ഒഴുകിയെത്തുന്ന ചുമന്ന ജലപ്രവാഹമാണ് അന്റാർട്ടിക്കയിലെ ബ്ലഡ് ഫോൾസ്. സമുദ്രനിരപ്പിൽ നിന്ന് 1000 മീറ്റർ ഉയരത്തിലാണ് ബ്ലഡ് ഫോൾസ് സ്ഥിതി ചെയ്യുന്നത്. 1911 ഓസ്ട്രേലിയൻ ജിയോളജിസ്റ്റ് ഗ്രിഫിത്ത് ടെയ്ലർ ആണ് ആദ്യമായി നദിയിലെ അത്ഭുതകരമായ ഈ പ്രതിഭാസം കണ്ടെത്തുന്നത്. ആദ്യകാലങ്ങളിൽ മഞ്ഞുപാളികളിലെ ചുവന്ന ആൽഗകളാണ് ഈ ചുമപ്പ് പ്രതിഭാസത്തിന് കാരണമെന്നായിരുന്നു കരുതിയിരുന്നത്. എന്നാൽ ആൽഗകളുടെ ഉറവിടം വ്യക്തമായിരുന്നില്ല. ഒരു നൂറ്റാണ്ടിന് ശേഷമാണ് ഈ രഹസ്യം ശാസ്ത്രീയമായി വിവരിക്കാൻ സാധിച്ചത്. ഗ്ലേസിയറിനടിയിലൂടെ ഒഴുകുന്ന വെള്ളത്തിൽ ഇരുമ്പ് ധാരാളമായി അടങ്ങിയിരുന്നു. ഹിമാനിയിൽ നിന്ന് വെള്ളം പുറത്തു വരുമ്പോൾ വായുവിലെ ഓക്സിജനുമായി പ്രവർത്തിക്കുകയും രക്തരൂക്ഷിതമായ കടും ചുവപ്പ് നിറമായി മാറുകയും ചെയ്യുന്നു. ഈ വെള്ളത്തിൽ ഉപ്പിന്റെ അളവും കൂടുതലാണ്. അമിത അളവിലെ ഉപ്പും ഇരുമ്പ് ഓക്സൈഡിന്റെ ഉയർന്ന സാന്ദ്രതയും ബാക്ടീരിയ, ആർക്കിയ പോലുള്ള സൂക്ഷ്മാണുക്കളും കാരണമാണ് തടാകത്തിലെ ഒരു പ്രത്യേക ഭാഗത്ത് മാത്രം ചുവപ്പ് നിറം കാണപ്പെടുന്നത്.